രാജ്യങ്ങളിൽ ഒരു പീപ്പിൾസ് കാർ കാണും. നമ്മളെ രാജ്യത്ത് ആ പട്ടം SSITയും 800 കൊണ്ടുപോയെങ്കിലും സത്യത്തിൽ കുറച്ചുകൂടെ അർഹതപ്പെട്ടത് 98-ല് ഒരു ഇന്ത്യക്കാരന്റെ മനസ്സിൽ വന്ന ആശയം യാഥാർത്ഥ്യമായപ്പോഴാണ്. ട്രക്കുകൾ SUVകൾ മാത്രം ഉണ്ടാക്കി വന്നിരുന്ന കമ്പനിക്ക് ഒരു മോഹം, ഒരു കംഫർട്ടബിൾ ആയ യാത്രാവാഹനം, ഒരു ഹാച്ച് ബാക്ക്. നമുക്ക് പണ്ടേ അറിയാം, ടാറ്റയുടെ ആഗ്രഹങ്ങളൊന്നും ചെറുതായിരുന്നില്ല. അതുകൊണ്ട് വാഹനം ഒരുപാട് ചെറുതാക്കാനും പറ്റില്ല. എന്നാൽ B സെഗ്മെന്റിൽ പിടിക്കാം. പക്ഷേ മത്സരിക്കേണ്ടത് അന്നത്തെ റോക്ക് സ്റ്റാർ ആയ മാരുതി സുസുക്കിയോട്. പക്ഷെ പിന്നെ നടന്നത് ചരിത്രമായിരുന്നു. അന്നത്തെ കാലത്ത് പെട്രോൾ എഞ്ചിൻ മാത്രം വച്ചിറക്കിയ ചെറിയ കാറുകളിൽ ഡീസൽ എഞ്ചിൻ സാധ്യത തുറന്നു കാണിച്ചത് ഈ ഇൻഡിക്കയായിരുന്നു. പക്ഷെ ഈ സംഭവം സത്യത്തിൽ മാരുതിയെ ഒന്ന് കുലുക്കി. ഉടനെ തന്നെ അന്നത്തെ സെൻസേഷണൽ വാഹനമായ സെന്നിന് ഡീസൽ എഞ്ചിൻ കയറ്റാൻ മാരുതി നിർബന്ധിതനായെന്നുള്ളത് മറ്റൊരു സത്യമാണ്. അങ്ങനെ ഇൻഡിക ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ V1 ചൂടപ്പം പോലെ വിറ്റുപോകുന്നു. കൃത്യമായ പഠനങ്ങളും ടെക്നോളജിയൊന്നും ഇല്ലായിരുന്നു അന്ന് ടാറ്റയ്ക്ക്. അതിന്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചടിയും കിട്ടി. പറഞ്ഞ പവർ ഇല്ലെന്നും മൈലേജ് ഇല്ലെന്നും പിന്നെ സ്ഥിരം ബ്രേക്ക് ഡൗണും എല്ലാം തലവേദനയായി. തളർന്നില്ല. ഉടനെ റീ എഞ്ചിനീയറിംഗ് ചെയ്ത ഇൻഡിക വീട്ടു നിരത്തിലിറക്കി. അന്നത്തെ കുറേ പ്രശ്നങ്ങൾ തീർത്തെങ്കിലും ഒരു ട്രബിൾ ഫ്രീ വാഹനമൊന്നും അല്ലായിരുന്നു. ഈ വൈകല്യം സത്യത്തിൽ മാരുതിക്ക് വളമായിട്ടാണ് മാറിയത്. ഇവിടെ മാരുതിയും ടാറ്റയും തമ്മിലുള്ള കമ്പാരിസൺ ഒന്നും അല്ല. അങ്ങനെ ഇറങ്ങിയ V2 ഇല്ലേ, ആ V2ന്റെ ഫേസ് ലിഫ്റ്റ് വാഹനമാണ് ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോണത്. അതിനു മുന്നേ എൻ്റെ എഞ്ചിന്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയാം. കാരണം 1-2 എഞ്ചിനൊന്നും അല്ലായിരുന്നു, ഇഷ്ടംപോലെ എഞ്ചിൻ ഉണ്ടായിരുന്നു. ആദ്യം ഡീസൽ എഞ്ചിനിൽ നിന്ന് തുടങ്ങാം. ഒരു 1.4 ലിറ്റർ ഡീസൽ എഞ്ചിൻ, നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ. അത് വരുന്ന വേരിയന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ DLEയിലും DLSലും ആയിരുന്നു. ഇനി അതിൽ തന്നെ ടെർബോ വെച്ചൊരു വേരിയന്റ് ഉണ്ടായിരുന്നു, അത് DLSലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇനി കുറച്ചും കൂടെ ഹയർ സ്പെക്കിൽ മാത്രമേ ടെർബോ ചാർജിന് ഇന്റർകൂളർ ലഭിക്കുകയുള്ളായിരുന്നു. അപ്പോൾ ഇന്റർകൂളർ ലഭിച്ച 2 വേരിയന്റ് ആയിരുന്നു, DLGയും DLXും. പിന്നെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഡൈക്കോർ എഞ്ചിൻ വന്നായിരുന്നു, അതായത് കോമൺ റെയിലുള്ള എഞ്ചിൻ. അത് DLSലും DLG വേരിയന്റിലുമാണ് അന്നത്തെ കാലത്ത് കണ്ടിരുന്നത്. കൂട്ടത്തിൽ പവറും പാർട്സിന് വില കൂടുതലുള്ളത് ഈ എഞ്ചിനൊക്കെ ആയിരുന്നു. അടുത്തത് പെട്രോൾ എഞ്ചിൻ. ഒരു 1.4ഉം ഒരു 1.2ഉം. അതിൽ 1.4 നമ്മളെ ഡീസൽ എഞ്ചിന്റെ ബ്ലോക്കിൽ നിന്ന് വികസിപ്പിച്ചെടുത്തതാണ് 1.4 ലിറ്റർ പെട്രോൾ MPFI. പിന്നെ വരുന്ന 1.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്രോളും ഉണ്ടായിരുന്നു, LPG ഉണ്ടായിരുന്നു. ഇന്ത്യയെ നമുക്ക് 3ആയിട്ട് ഇരിക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ ഡീസൽ എഞ്ചിനുകൾ, അതായത് ടെർബോ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ. പിന്നെ വരുന്ന പെട്രോൾ എഞ്ചിൻ. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ ക്യാബ് എന്ന് പറഞ്ഞൊരു വെർഷൻ ഉണ്ടായിരുന്നു, അത് ടാക്സി പർപ്പസിന് വേണ്ടി ഇറക്കുന്നതാണ്. അതായത് ഇന്നത്തെ നമ്മളെ മാരുതിയുടെ ടൂറുകൾ പോലെ. ഇതിൽ കൊടുത്തിരുന്ന എഞ്ചിൻ നമ്മുടെ സാധാ 1.4 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ഡീസൽ എഞ്ചിനുകളായിരുന്നു. ഏകദേശം കിട്ടിയല്ല. ഇനി ഇതിലോട്ട് വരാം. ഇതിൽ സെൻട്രൽ ലോക്ക് ഒന്നുമില്ല, അതുകൊണ്ട് ഓരോ ലോക്ക് എണ്ണി തുറക്കണം. ഇങ്ങനെ കാണുമ്പോൾ എലിയുടെ ഷേപ്പായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ഈ ഡിസൈന് പിന്നിൽ ഇറ്റാലിയൻ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ഐഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ടാറ്റ എഞ്ചിനീയേഴ്സുമായിട്ട് ചേർന്നാണ് ഈ രൂപം നമുക്കിത് ഇൻഡിക്കയായിട്ട് പുറത്തു വന്നത്. അന്നത്തെ മെയിൻ കോൺട്രവേഴ്സി എന്താണെന്നാൽ പാലിയയ്ക്ക് ഇതേ രൂപം വരുന്നു. 2 സഫോമീറ്റർ ആണ്, അതിൽ B സെഗ്മെന്റ് ആണ്. ഇന്ന് കാണുന്ന ടാറ്റോ അല്ല, LED ഒന്നുമല്ല, മുഴുവൻ ലൈറ്റുകളും എല്ലാം നല്ല അസൽ ഹാലജനാണ്. പിന്നെ ഈ കാണുന്ന ഓണവിൽ അല്ല ടൈലാമ്പ് മൊത്തം ഹാലജനാണ്. പിന്നെ അകത്ത കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, അതും ഹാലജൻ തന്നെയാണ്. എല്ലാ ബഡ്ജറ്റ് വാഹനങ്ങളെ പോലെ ഫ്രണ്ടിൽ സ്റ്റഡും പിന്നിൽ കുറച്ച് കംഫർട്ട് കൂടുന്നതിന് വേണ്ടി ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻ ഇന്ന് പല വാഹനങ്ങളിലും ഇല്ലാത്തത്, പല സെഗ്മെന്റുകളിലും ഇല്ലാത്തത്, DC സെഗ്മെന്റിലൊന്നും ഇല്ലാത്തതാണ്. ആകെ കൂടിയുള്ളത് XUV 500 അല്ലെങ്കിൽ XUV 700 ഇപ്പോൾ ആകെ കൂടി ഇങ്ങനെ ഇൻഡിപെൻഡന്റ് സസ്പെൻഷൻ കാണാറുള്ളത്. വീൽ സൈസ് 13 ഇഞ്ചാണ്. പിന്നെ കാലപ്പഴക്കത്തിൽ പലരും മാറിയൊക്കെ ഉപയോഗിച്ച് വരുമ്പോഴത്തേക്ക് ഇത് 14 ഇഞ്ച് ആയതാണ്. അല്ലാതെ കമ്പനി വരുന്ന സൈസ് 13 ഇഞ്ചാണ്. അതുകൊണ്ട് ഈ ഷോക്ക് അബ്സർ കുറച്ചുകൂടെ ബൗൺസിയാണ്. അത്യാവശ്യം ബോഡി റോളും ഉണ്ട്. ഉള്ളിലോട്ട് വന്ന് ആദ്യം കാണുന്ന സീറ്റ് തന്നെയാണ്. ഒരുപാട് ബോൾ സ്ട്രെസ് ഒന്നും ഉള്ളതില്ല, എന്നാൽ നല്ല കംഫർട്ടാണ്. ആകെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയൊന്നുമില്ല. റെയിൽ അഡ്ജസ്റ്റ് ചെയ്യാനും റിക്ലൈൻ ചെയ്യാനും ഒക്കെ ഉള്ള സെറ്റപ്പുകളെ ഈ സീറ്റിലുള്ളൂ. പിന്നെ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി പിറകിലോട്ടാണെങ്കിൽ അത്യാവശ്യം കംഫർട്ട് തന്നെയാണ്. സീറ്റുകളിലൊന്നും ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. സെൻട്രൽ ടണൽ നടുക്കിരിക്കുന്ന ആളിന് ബുദ്ധിമുട്ടാണ്. നല്ല റൂമി ആയിട്ടുള്ള ഇന്റീരിയർ തന്നെയാണ് ചുരുക്കം പറഞ്ഞ. മോർ കാർ പെർ കാർ, അവരെ ക്യാപ്ഷൻ വളരെ കറക്റ്റാണ്. ഈ കാണുന്ന ഗ്ലോ ബോക്സ്, പിന്നെ സെൻട്രലിൽ വരുന്ന ഈ ട്രേ, പിന്നെ അതേപോലെ തന്നെ സെൻട്രൽ കൺസോളിൽ വരുന്ന ആ ചെറിയൊരു റാക്ക്, പിന്നെ അതേപോലെ സ്റ്റിയറിംഗിന്റെ തൊട്ട് താഴെ വരുന്ന ആ ഒരു പ്ലേസ്, ഇതൊക്കെയാണ് ആ കൂടി ഇതിൽ സ്റ്റോറേജ് എന്ന് പറയാനായിട്ടുള്ളത്. ചാർജിങ് സോക്കറ്റ് ആയിട്ടൊന്നുമില്ല. പിന്നെ ഒരു ലൈറ്റർ ഉണ്ട് 12 വോൾട്ടിന്റെ. ഫ്രണ്ട് ഡോർ പാഡിൽ പ്രത്യേകിച്ച് ബോട്ടിൽ ഹോൾഡർ ഒന്നും വയ്ക്കുകയില്ല, ചെറിയ മാഗസീനൊക്കെ വയ്ക്കുക. റിയറിലാണെങ്കിൽ അതും ഇല്ല. അപ്പൊ പ്രാക്ടിക്കൽ ഒന്നും അല്ല ഡോർ പാഡുകളൊന്നും. മൊത്തം 4 സ്പീക്കർ വയ്ക്കാം. അത് റിയർ ഡോർ പാഡിൽ പറ്റൂല. ഫ്രണ്ട് ഡാഷിലും ഫ്രണ്ട് ഡോർ പാഡിലും ഒക്കെ ആയിട്ട് അങ്ങനെ മൊത്തം 4 സ്പീക്കർ.
ഒരു 220 ലിറ്റർ വരുന്ന ബൂട്ടും കൊടുത്തിട്ടുണ്ട്. മിറർ മാനുവലാണ്. ഈ ജോയ്സ്റ്റിക്ക് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സത്യത്തിൽ ഇതൊന്നും ഇപ്പൊ വർക്കിങ്ങും അല്ല. ബോഡിയെ പറ്റി ആർക്കും ഒന്നും അറിയണ്ടല്ലോ. ഇനി എയർ ബാഗും ABS ഒന്നും ഇല്ലെന്ന്. പിന്നെ ആകെ കൂടിയുള്ള സീറ്റ് ബെൽറ്റും പിന്നെ 5-6 ഗ്രാബ് ഹാൻഡിലും ആണ്. ഇതിലൊക്കെ തൂങ്ങി പിടിച്ചിരുന്ന് പൊക്കോണം. പ്ലാസ്റ്റിക് ക്വാളിറ്റിയെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. നിലവാരം കുറഞ്ഞത് തന്നെയാണ്. അത് നമുക്ക് പലയിടങ്ങളിലും വ്യക്തമാവും. തുരുമ്പ് തന്നെ മെയിൻ വില്ലൻ. പിന്നെ എഞ്ചിനിലൊക്കെ വരുന്ന കുറച്ച് ഓയിൽ ലീക്ക്. ഒരു സെക്കൻഡ്, ഒറ്റയടിക്ക് ഇത് ക്രാങ്ക് ആവണമെങ്കിൽ ആ ഹീറ്റർ പ്ലഗിന്റെ ലൈറ്റ് അണയണം, അല്ലെങ്കിൽ നിന്നഴയും. (1405cc) വരുന്ന ഒരു SOHC സിസ്റ്റം വരുന്ന ടൈമിങ് ബെൽറ്റ് ഡ്രൈവ് വരുന്ന ഒരു 4 സിലിണ്ടർ ഇൻലൈൻ എഞ്ചിൻ. പിന്നെ ഇഞ്ചക്ടറും ഹീറ്റിംഗ് പ്ലഗൊക്കെ എഞ്ചിൻ കവർ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കാണാനും സാധിക്കുന്നു. ടെർബോ ഇല്ലാത്തതുകൊണ്ട് ഭാഗ്യവശാൽ ടെർബോ ലാഗും. ഡ്രൈവേഴ്സ് കാറൊന്നുമല്ല, പക്ഷെ കൊണ്ടു കിടക്കാം, അത്യാവശ്യം മോശമില്ല. ക്ലച്ച് പെടല് കേബിൾ അസിസ്റ്റഡ് ആണ്. ഗിയർ ലിവറിനൊക്കെ നല്ല പ്ലേ ഉണ്ട്. ഓട്ടത്തിലൊക്കെ സിംഗ്രണൈസർ കംപ്ലൈന്റ് ആണെന്ന് അറിഞ്ഞുകൂടെ കുറോ സൗണ്ടൊക്കെ കേൾക്കണം. ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. ബ്രേക്കിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രമ്മും ആണ്. AC ഇട്ട് കഴിഞ്ഞാൽ പമ്മാറുണ്ട്. ബ്ലൈൻഡ് സ്പോട്ട് കുറയ്ക്കുന്നതിന് ഈ പില്ലർ മാത്രമല്ല, ഡോർ പേഡുകൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. കാരണം കുറച്ചും കൂടെ താഴ്ന്ന ഡോർ പേഡാണ്. വിൻഡോ ലൈൻ താഴ്ന്നത് കൊണ്ട് തന്നെ ഡ്രൈവറിന് ചുറ്റുമുള്ള കാര്യങ്ങൾ ഈസി ആയിട്ട് കണ്ടു മനസ്സിലാക്കാം. ഒരു 4800 RPM വരെയൊക്കെ വണ്ടി നല്ലതുപോലെ വലിക്കുന്നുണ്ട്. ഇതിന്റെ RPM-ലും ഉണ്ട് വെറൈറ്റി. ഇത് തന്നെയാണ് 1000-ന്റെ കണക്ക് ഇവിടെ 100 മാറി. 10, 20, 30 എല്ലാം ഒന്ന് തന്നെ. ഈ വീഡിയോ ചെയ്തത് ഇൻഡിഗോ ഒരു സംഭവം ആയതുകൊണ്ടൊന്നുമല്ല, മറിച്ച് ഇന്നും പല രാജ്യങ്ങളും വാഹന നിർമ്മാണ സ്വപ്നം പോലും കണ്ടു തുടങ്ങിയിട്ടില്ല. പക്ഷെ നമ്മൾക്കത് സാധിച്ചു. ഒരുപാട് തോൽവികളിൽ നിന്നാണ് പഴയ ടെൽകോ ഇന്നത്തെ ടാറ്റ മോട്ടോഴ്സ് ആയി മാറിയത് എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.